വിജിലൻസ് ഡയറക്ടർ പദവിയിൽ നിന്ന് മാറ്റണമെന്ന കത്ത് നിലനിൽക്കെ ജേക്കബ് തോമസ് ജോലിയിൽ വ്യാപൃതനായി. ജനകീയ സർക്കാരിനെ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്ന് ജേക്കബ് തോമസ് പറഞ്ഞു. പിന്നോട്ട് തള്ളിയില്ലെങ്കിൽ മുന്നോട്ട് തന്നെ പോകുമെന്നും ജേക്കബ് തോമസ് വ്യക്തമാക്കി. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് DGP ജേക്കബ് തോമസ് കത്ത് നൽകിയെങ്കിലും അദ്ദേഹം ഇന്നും അന്വേഷണങ്ങളിൽ സജീവമായിരുന്നു. ആക്കുളത്തെ ഡ്രഡ്ജിങ്ങുമായി ബന്ധപ്പെട്ട പരാതികളും 5 തെങ്ങ് ഫിഷ് ലാൻഡിംഗ് സെന്ററിന്റെ നിർമ്മാണ ക്രമക്കേടുകൾ സംബന്ധിച്ച പരാതിയും ഡയറക്ടർ നേരിട്ടെത്തി പരിശോധിച്ചു. തന്നെ പിന്നോട്ട് തള്ളിയില്ലെങ്കിൽ മുന്നോട്ട് പോകുമെന്ന് ജേക്കബ് തോമസ് വ്യക്തമാക്കി. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് തുടരുമെന്ന സൂചനയാണ് ജേക്കബ് തോമസിന്റെ ഈ വാക്കുകൾ. വിജിലൻസ് തുടരുമെന്നും വിജിലൻസ് വളരെ ശക്തിയായിട്ട് വിജിലൻസിന്റെ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും അങ്ങനൊരു സന്ദേശമുണ്ടല്ലോ. നിങ്ങൾ എന്നെ പുറകോട്ട് തള്ളിയില്ലെങ്കിൽ ഞാൻ മുന്നോട്ട് പോകും. തന്റെ ജോലിയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് ജേക്കബ് തോമസ് മാതൃഭൂമി ന്യൂസിനോട് വ്യക്തമാക്കി. ഞാൻ കത്ത് നൽകി. സർക്കാർ എന്തെങ്കിലും നിലപാട് അറിയിച്ചിട്ടുണ്ടോ താങ്കളെ? ഞാൻ എൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തനിക്കെതിരായ ആരോപണങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ല. അപ്പോൾ ഈ കോണുകളിൽ നിന്ന് വരുന്നവർ അങ്ങനെയുള്ളവരുടെ കാര്യങ്ങൾക്ക് മറുപടി അർഹിക്കുന്നുണ്ടോ? ഏത് സാഹചര്യത്തിലാണ് കത്ത് നൽകിയതെന്ന ചോദ്യത്തിന് ജേക്കബ് തോമസിന്റെ മറുപടി ഇതായിരുന്നു. അത് ഞാൻ ഇന്റേണലായിട്ട് ജനങ്ങളുടെ ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഒഴിവാക്കണമെന്ന ആവശ്യത്തിൽ ആഭ്യന്തര സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയത്തിൽ വീണ്ടും ആശയവിനിമയം നടത്തിയിരിക്കും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ജേക്കബ് തോമസിന്റെ കത്തുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ക്രമപ്രശ്നം. മന്ത്രിസഭ തീരുമാനമെടുക്കും മുൻപ് CPM നേതൃത്വം ചർച്ച ചെയ്തുവെന്നാരോപിച്ചായിരുന്നു രമേശ് ചെന്നിത്തല ക്രമപ്രശ്നം ഉന്നയിച്ചത്. പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗം ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ലെന്ന് മന്ത്രി AK ബാലൻ വ്യക്തമാക്കി. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ജേക്കബ് തോമസിന്റെ കത്തിൽ മുഖ്യമന്ത്രിയോ മന്ത്രിസഭാ യോഗമോ തീരുമാനമെടുക്കും മുമ്പ് CPM അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനമെടുത്തുവെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷ നേതാവ് ക്രമപ്രശ്നം ഉന്നയിച്ചത്. ജേക്കബ് തോമസിനെ മാറ്റേണ്ടതില്ല എന്ന CPM അവൈലബിൾ സെക്രട്ടറിയുടെ തീരുമാനത്തോടെ രാഷ്ട്രീയ ആനുകൂല്യം കിട്ടിയ വിജിലൻസ് ഡയറക്ടർ എങ്ങനെ നിഷ്പക്ഷമായി പ്രവർത്തിക്കുമെന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചു. എന്നാൽ ജേക്കബ് തോമസിന്റെ കത്തിനെ കുറിച്ച് CPM അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്തിട്ടില്ലെന്ന് മന്ത്രി AK ബാലൻ മറുപടി നൽകി. പ്രതിപക്ഷ നേതാവ് CPM സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അംഗീകരിക്കാമായിരുന്നെന്നും മന്ത്രി AK ബാലൻ വ്യക്തമാക്കി. യഥാർത്ഥത്തിൽ CPMന്റെ ഒരു സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു രമേശ് ചെന്നിത്തല എങ്കിൽ ഞാനിത് അംഗീകരിക്കും. അതാത് വകുപ്പ് മന്ത്രിയുമാണ് ഇത്തരം വിഷയങ്ങളിൽ തീരുമാനമെടുക്കുകയെന്നും മന്ത്രി AK ബാലൻ വ്യക്തമാക്കി. നിയമസഭയിൽ നിന്ന് മഹേഷ് ചന്ദ്രൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെതിരായ ആരോപണത്തിന് പിന്നിൽ KM മാണിയുടെയും K ബാബുവിന്റെയും കളിയാണെന്ന് VS അച്യുതാനന്ദൻ. ഉദ്യോഗസ്ഥ ലോബി ജേക്കബ് തോമസിനെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ജേക്കബ് തോമസ് തുടരണമെന്നും VS ആവശ്യപ്പെട്ടു. മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ വീണ്ടും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്തെഴുതുമെന്നും VS വ്യക്തമാക്കി. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണെന്നും അദ്ദേഹം തുടരണമെന്നും VS അച്യുതാനന്ദൻ നിലപാട് ആവർത്തിച്ചു. ജേക്കബ് തോമസിനെതിരെ ഉയർത്തിവിട്ട ആരോപണം കെട്ടിച്ചമച്ചതാണ്. വിജിലൻസ് ഡയറക്ടറെ മാറ്റുവാനുള്ള നീക്കത്തിന് പിന്നിൽ KM മാണിയും K ബാബുവുമാണെന്നും VS ആരോപിച്ചു. തുടരുകയാണ് വേണ്ടത്. കാരണം അയാളെ തുടരുന്നതാണ് ഈ മാണിയുടെയും ബാബുവിൻ്റെയൊക്കെ. അതിന് വേണ്ടിയിട്ട് അവർ ചില കളികൾ കളിക്കുന്നുണ്ട്. അയാൾ ന്യായമായും ഉണ്ടാകാവുന്ന നടപടികൾ വിളംബിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൂത്രമായിരുന്നത്. ജേക്കബ് തോമസിനെതിരായ നീക്കത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരോപണ വിധേയരായ IAS-കാരാണെന്ന സംശയം ശരിയാണെന്നും VS പറഞ്ഞു. അത് ശരി തന്നെയാണത്. മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. വഞ്ചിയൂർ വിജിലൻസ് കോടതിയിൽ അഭിഭാഷകർ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ വനിതാ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തത് ദുരുദ്ദേശപരമാണ്. അഭിഭാഷകർക്കെതിരായ കേസ് പേരിനെടുത്ത ഒരു നടപടി മാത്രമാണെന്നും VS കുറ്റപ്പെടുത്തി. ആരാണോ കള്ളക്കളി നടത്തുന്നതെന്ന് അറിഞ്ഞുകൂടാ. അത് ദുരുദ്ദേശപരമായിട്ടുള്ളതല്ലേ. പേരിന് ഒന്ന് ആക്ഷൻ എടുത്തു എന്ന് വരുത്താൻ വേണ്ടി. ഈ സാഹചര്യത്തിൽ വിഷയമുന്നയിച്ച് വീണ്ടും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്തെഴുതുമെന്നും VS വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. വിജിലൻസ് ഡയറക്ടർ ജോലി തുടരുന്നത് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിലോ? ജേക്കബ് തോമസ് വിഷയത്തിൽ കോൺഗ്രസിലെ അഴിമതി വിരുദ്ധർ ഏത് ചേരിയിലാണ്? BJP നേതാവ് K സുരേന്ദ്രൻ, ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജു എബ്രഹാം MLA, കോൺഗ്രസ് നേതാവ് പഴകുളം മധു എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ ചേരുകയാണ്. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള.